Hi friends, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ആർട്ടാണ്. എലിഫന്റ് ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് തന്നെ ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ബോട്ടിലും അതുപോലെ തന്നെ വൈറ്റ് അക്രിലിക് കളറും പിന്നെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ റെഡ് എടുത്തിട്ടുണ്ട്. റെഡ് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആനയുടെ ആ ഒരു ചെവിയുടെ ഭാഗവും ചില ഭാഗങ്ങളിൽ പിങ്ക് കളർ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ റെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ എം സിയിലാണ് മെയിനായിട്ട് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എം സിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എം സിയിൽ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പീസായിട്ടാണ് കാണുക. ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ഒന്ന് കുറച്ചൊരു ഹാർഡായിട്ടുള്ളതുമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ എപ്പോഴാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴാണ് ഇത് രണ്ടും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു എം സിയിൽ ഹാർഡായി കിട്ടുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു എലിഫൻറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ എം സി വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു പൗഡറിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതുപോലെ നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ എലിഫൻ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഫേസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു ഹാർഡ് ഷേപ്പ് പോലെ തോന്നിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹെഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു എം സിയിൽ നമ്മൾ കുഴച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നല്ല സോഫ്റ്റാണ്, കുറച്ച് കഴിയും ഹാർഡാകുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഏത് ഷേപ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ബോട്ടിലിൽ വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് ചെയ്തെടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു പെട്ടെന്ന് ചെയ്യുമ്പോഴുള്ളൊരു ഉപയോഗം. അപ്പോൾ ഈ ഒരു സമയത്ത് അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ഏത് ഷേപ്പാണെങ്കിലും അവിടെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം അത്രയും സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഈ എം സിയിലുള്ളത്. പിന്നെ അതുപോലെ ഇതൊന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഫെവിക്കോൾ എല്ലാം ഇപ്പോൾ നമ്മൾ ഏത് ഭാഗം ഇപ്പോൾ ഹെഡ് വെച്ച് കൊടുത്തപ്പോഴും തുമ്പിക്കൈ വെക്കുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുമ്പിക്കൈ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്, പക്ഷേ നമ്മളിങ്ങനെ അതൊന്ന് ഹെഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഈ കൊമ്പാണ് വെച്ച് കൊടുക്കുന്നത്, പക്ഷേ കൊമ്പ് ജസ്റ്റ് ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. നമ്മളിതിൻ്റെ ലെഗ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കൊമ്പ് ഇങ്ങനെ പൊക്കി കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിൻ്റെ ചെവിയാണ് വെച്ച് കൊടുക്കുന്നത്. ചെവിയും ജസ്റ്റ് നമ്മൾ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ കയ്യിൽ തന്നെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ചെവിയിലൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി മുമ്പിലുള്ള ആ ലെഗ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ തുമ്പിക്കൈൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലെഗ്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊമ്പുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. കാരണം അത് നമുക്ക് ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണില്ലല്ലോ. അപ്പോൾ അതൊന്ന് മുകളിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ക്ലേ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം എന്നാലും നമുക്ക് അത്യാവശ്യം ആ ഒരു എലിഫൻ്റാണെന്ന് തോന്നിക്കേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലെഗ്സൊക്കെ തന്നെ നമ്മൾ തുമ്പിക്കൈ വെച്ച് കൊടുത്ത പോലെ അങ്ങനെ റോൾ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെ വെച്ചതിന് ശേഷമാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ ഇല്ലയെന്ന് തോന്നുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് ക്ലേ വെച്ചിട്ട് ഒന്നുകൂടെ അവിടെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു ലെഗ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിന് കൊടുക്കുന്നത് വൈറ്റ് അക്രിലിക് കളറാണ്. അപ്പോൾ അതിങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ഈ ആനയ്ക്ക് നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് ഫുള്ളായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ചെയ്യില്ലേ പിങ്ക് കളർ കൊടുത്തിട്ട് ആ ഭാഗങ്ങളിൽ വൈറ്റും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കൊണ്ട് തന്നെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വൈറ്റ് എടുത്തിട്ട് വൈറ്റ് കളർ കണ്ണിനും അതുപോലെ തന്നെ കൊമ്പിനും പിന്നെ നമ്മൾ നഖത്തിനും വൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൊടുക്കുക. ഇനി ബോട്ടിൽ നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ നെക്കിൽ ഒരു ത്രെഡും കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ ഒരു എലിഫൻറ്റ് ബോട്ടിൽ ആർട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കും കൂടെ താഴെ കൊടുക്കാം.